വിജിലൻസിന്റെ കൈക്കൂലി കേസിലെ പ്രതിയായ ശേഖർ കുമാറിനെതിരെ ആരോപണവുമായി ബിജെപിയുടെ തൃശൂരിലെ മുൻ ഓഫീസ് സെക്രട്ടറി തിരൂർ സതീഷ്. കൊടകര കേസിൽ കള്ളപ്പണം കൈപ്പറ്റി ബിജെപി നേതാക്കൾക്ക് അനുകൂലമായി റിപ്പോർട്ട് നൽകിയെന്ന് തിരൂർ സതീഷ് ആരോപിച്ചു. പണം കിട്ടുന്ന എന്തിനും ശേഖർ കുമാർ കൂട്ടുനിൽക്കുമെന്നും തിരൂർ സതീഷ്. ശേഖർ കുമാർ എന്ന് പറഞ്ഞ ഉദ്യോഗസ്ഥനാണ് വിജിലൻസ് ഒന്നാം പ്രതിയായിട്ട് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഈ ഉദ്യോഗസ്ഥൻ്റെ നേതൃത്വത്തിൽ തന്നെയാണ് കൊടകര കുഴൽപ്പണ കേസിൽ BJP നേതാക്കളെ വെള്ള പൂശിക്കൊണ്ട് കുറ്റപത്രം കോടതിയിൽ PMLA കോടതിയിൽ ED കൊടുത്തിട്ടുള്ളത്. ഈ ഉദ്യോഗസ്ഥൻ ഇപ്പോൾ പൈസ വാങ്ങണേൻ്റെ മെയിൻ ആളാന്നുള്ളത് തെളിഞ്ഞല്ലോ. 2 കോടി രൂപ വാങ്ങിയിട്ട് വിജിലൻസ് ഇദ്ദേഹത്തിൻ്റെ പേരിൽ ഒന്നാം പ്രതി ചേർത്തിട്ട് കേസ് എടുത്തിരിക്കുകയാണ്. അപ്പോൾ പണത്തിന് വേണ്ടിയിട്ട് പണം കൊടുക്കുന്ന കാര്യങ്ങൾക്ക് എന്തിനും ഇദ്ദേഹം കൂട്ടുനിൽക്കുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. എല്ലാ കാര്യങ്ങളിലും ഇങ്ങനെയുള്ളൊരു നിലപാടുകളാണ് പല കേസുകളും ഈ ഉദ്യോഗസ്ഥൻ ചെയ്തിട്ടുണ്ടായിരിക്കുക. അതുകൊണ്ടാണ് ഈ കൊടകര കേസിലും ഇദ്ദേഹം ഈ നിലപാട് സ്വീകരിച്ചിട്ട് കുറ്റപത്രം കൊടുത്തിട്ടുള്ളത്. ലെവിൻ K. വിജയൻ ചേരുന്നു. ലെവിൻ, ഗുരുതരമായ വെളിപ്പെടുത്തലുകളാണ് ശേഖർ കുമാറിനെതിരെ ഇപ്പോൾ തൃശൂരിലെ മുൻ ഓഫീസ് സെക്രട്ടറി BJPയുടെ ഓഫീസ് സെക്രട്ടറി തിരൂർ സതീഷ് നടത്തിയിരിക്കുന്നത്. അപ്പോൾ കൂടുതൽ കേസുകളിലേക്ക് വിജിലൻസ് ഈ അന്വേഷണം വിപുലപ്പെടുത്തുമോ? എന്താണ് മനസ്സിലാക്കേണ്ടത്? ലക്ഷ്മി, വിജിലൻസ് കേസിന്റെ അന്വേഷണം വിപുലപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ഘട്ടത്തിൽ അത്തരത്തിലുള്ള സൂചനകളോ വിവരങ്ങളോ നമുക്ക് ലഭ്യമായിട്ടില്ല. പക്ഷേ കഴിഞ്ഞ ദിവസം ED അറസ്റ്റ് ചെയ്തിട്ടുള്ള ഉദ്യോഗസ്ഥനെതിരെ ED ഉദ്യോഗസ്ഥനെതിരെ ഗുരുതരമായിട്ട് തന്നെയുള്ള ആരോപണങ്ങളാണ് തിരൂർ സതീശൻ ഉന്നയിക്കുന്നത്. BJPയുടെ മുൻ ഓഫീസ് സെക്രട്ടറി കൂടിയാണ് സതീശൻ എന്ന കാര്യം നമുക്കറിയാം. കൊടകര കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒട്ടേറെ ആരോപണങ്ങൾ BJPയുടെ ഉന്നത നേതാക്കൾക്കടക്കം എതിരെ ഉന്നയിച്ച ആളാണ് തിരൂർ സതീഷ്. ആ കേസ് അട്ടിമറിക്കുന്നതിന് പിന്നിൽ ഈ ശേഖർ കുമാറിന്റേതായിട്ടുള്ള പങ്ക് ഉണ്ട് എന്നുള്ളത് കൂടി ആണ് ഇപ്പോൾ പുതിയ ആരോപണമായി സതീശൻ ഉന്നയിക്കുന്നത്. കള്ളപ്പണം കൈപ്പറ്റി BJP നേതാക്കൾക്ക് അനുകൂലമായ റിപ്പോർട്ട് നൽകുന്ന നടപടിയാണ് ശേഖർ കുമാറിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. പണം വാങ്ങിയ ശേഷം BJP നേതാക്കളെ വെള്ള പൂശുന്ന റിപ്പോർട്ട് നൽകി താൻ പറഞ്ഞ കാര്യങ്ങൾ ഈ കാര്യത്തിലൂടെ ഇപ്പോൾ ശേഖർ കുമാറിന്റെ അറസ്റ്റിലൂടെ ശരിയാണെന്ന് തെളിഞ്ഞിരിക്കുകയാണെന്നും സതീശൻ പറയുന്നു. ഇക്കാര്യങ്ങളെല്ലാം സംബന്ധിച്ച് പോലീസിലും മറ്റും വിജിലൻസിലും മൊഴി നൽകിയിട്ടുള്ളതാണ്. പക്ഷെ അതൊന്നും കാര്യക്ഷമമായ ഒരു അന്വേഷണത്തിന്റെ രീതിയിലേക്ക് വന്നിട്ടില്ല എന്നുള്ളതും സതീശൻ ആരോപിക്കുന്നു. ശേഖർ കുമാർ എന്ന ഉദ്യോഗസ്ഥനെയാണ് വിജിലൻസ് ഒന്നാം പ്രതിയാക്കി ചേർത്തിരിക്കുന്നത്. ഈ ഉദ്യോഗസ്ഥനാണ് കൊടകര കേസ് അന്വേഷിച്ച കുറ്റപത്രം സമർപ്പിച്ചത്. അതുകൊണ്ട് തന്നെ ഈ ഉദ്യോഗസ്ഥൻ പൈസ വാങ്ങുന്നതിന് മുഖ്യ തെളിവായി ഇതിനെ കാണണമെന്നും ഈ കേസ് അട്ടിമറിക്കാൻ പിന്നിൽ ശേഖർ കുമാർ ഇടപെട്ടിട്ടുണ്ടെന്നുമുള്ള പ്രധാനപ്പെട്ട ആരോപണങ്ങൾ തന്നെയാണ് സതീശൻ ഉന്നയിക്കുന്നത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസിന്റേതോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഏജൻസിയുടേതായിട്ടുള്ള ഒരു അന്വേഷണം ഉണ്ടാകുമോ എന്നുള്ള കാര്യം സംശയമാണ്. സതീശൻ തന്റെ ആരോപണത്തിൽ കൊടകര കുഴൽപ്പണ കേസുമായി ബന്ധപ്പെട്ട് ഉയർത്തിയ ആരോപണങ്ങളിലും BJP നേതാക്കൾക്കെതിരായിട്ടുള്ള ആരോപണങ്ങളിലുമെല്ലാം ഉറച്ചു നിൽക്കുന്നു. അതിൽ നിന്ന് താൻ പിന്നോട്ട് പോകില്ല എന്ന് തന്നെയാണ് സതീശൻ വീണ്ടും ആവർത്തിക്കുന്നത്. ലക്ഷ്മി. ലെവിൻ K. വിജയൻ തൃശൂരിൽ നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത്.